നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏത്തവാഴ കൂമ്പ് കൊണ്ട് തോരൻ ഉണ്ടാക്കി നോക്കിയാലോ? എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വാ. കൂമ്പ് കൊത്തി അരിഞ്ഞ് വെളിച്ചെണ്ണ പുരട്ടി ഇങ്ങനെ തട്ടി വെച്ചേക്കുകയാണ്. രണ്ട് കറിവേപ്പിലയുണ്ട്. കുറച്ച് വൻപയർ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുവാണ്. അതിൻ്റെ അരപ്പിന് വേണ്ടി തേങ്ങാപ്പീര, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, കല്ലുപ്പ്, വെളുത്തുള്ളി, കാന്താരി. സ്റ്റൗ കത്തിച്ച് കടായി വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു ഇട്ട് കൊടുക്കുക. കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തേ. കൂമ്പ് ചേർത്ത് കൊടുക്കുക. കൊടുക്കാതെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാവേ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും എല്ലാം കൂടെ ഉള്ളത്, കാന്താരിയും എല്ലാം കൂടെ ഉള്ള ചതച്ച മിക്സ് നമ്മൾ ഇതിനകത്ത് ചേർത്ത് എന്നിട്ട് വേവിച്ച് വയ്ക്കുന്ന വൻപയർ ചേർക്കുകയാണ്. എന്നിട്ട് നമ്മളിത് തല്ലിപ്പൊത്തി അടച്ചു വെക്കുക. നമ്മൾ ഉപ്പ് ചേർത്താണ് നമ്മൾ തേങ്ങാപ്പീര ചതച്ചെടുത്തത്. പിന്നെ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിത് തല്ലിപ്പൊത്തി ഒന്ന് അടച്ചു വെക്കും. ശകലം വെള്ളം കുടയും. ശകലം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക. അതൊന്ന് ആവിയിൽ വേകാൻ വേണ്ടിയാണ്. ഉപയോഗിക്കാവേ. തുറന്ന് നോക്കാവേ. തുറന്ന് നോക്കി കൂമ്പ് വെന്തോ എന്ന് നമുക്ക് നോക്കാം. ഏകദേശം തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല പോഷക ഗുണമുള്ള ഒരു തോരനാണ് കൂമ്പ് തോരൻ. അതും എല്ലാ കൂമ്പും ഒന്നും നമുക്ക് തോരൻ വെക്കാൻ കൊള്ളത്തില്ല. ഏത്തവാഴയുടെയും ഞാലിപ്പൂവിൻ്റെയൊക്കെ കണ്ണൻ്റെയൊക്കെ കൂമ്പ് കൊള്ളത്തുള്ളൂ തോരൻ വെക്കാനായിട്ട്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ വീടിൻ്റെ പറമ്പുകളിലൊക്കെ ഉള്ള നമുക്ക് ലഭിക്കുന്ന കൂമ്പ് കളയാതെ ഇങ്ങനെയൊക്കെ തോരൻ വെച്ച് കഴിക്കുക. വിഷാംശം ഇല്ലാത്ത പച്ചക്കറി ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഉപ്പ് നോക്കി വേണമെങ്കിൽ ഉപ്പ് ചേർക്കാവേ. അല്പം ഉപ്പ് കുറവാണ്, നമ്മൾ ഉപ്പ് ചേർക്കും. അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പുകളൊന്നും കളയാതെ നമ്മുടെ പറമ്പിൽ നിന്ന് ലഭിക്കുന്ന വാഴ കൂമ്പ് നമ്മൾ തോരൻ വെച്ച് സമൃദ്ധമായി കഴിക്കുക.
അന്നേരം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാമേ.